ബഹുമാനായ അധ്യക്ഷൻ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാജേന്ദ്ര പ്രസാദ്, കേരള ജനത രാഷ്ട്രീയത്തിന് അതീതമായി സർവാത്മകമായി ആദരിക്കപ്പെട്ട പ്രിയങ്കരനായ നമ്മുടെ നേതാവ് ശ്രീ സുധീരൻ അവർ, നമ്മുടെ പ്രിയങ്കരനായ KPCC പാർട്ടി പ്രസിഡന്റും AICC സെക്രട്ടറിയുമായ ശ്രീ PC കൃഷ്ണനാഥ് MLA അവർ, മറ്റ് ബഹുമാന നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ വലിയ ഒരു ദൗത്യം യഥാർത്ഥത്തിൽ കേരളത്തിലെ പിണറായി വിജയന്റെ അഹങ്കാരവും ധിക്കാരവും അഴിമതിയും നിറഞ്ഞ ഭരണത്തെ മാറ്റി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഐശ്വര്യപൂർണമായ ഒരു ഭരണം മടക്കിക്കൊണ്ടുവരുവാനുള്ള സംരംഭങ്ങൾക്ക്, പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ അഖിലേന്ത്യാ കോൺഗ്രസിന്റെ നിയോഗിച്ചിരുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ PC വിശ്വനാഥിന്റെ ഈ സ്വീകരണ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടി വരുന്ന വളരെ ശ്രമകരമായ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ശ്രീ KC രാജേന്ദ്രൻ അവസാനം ഇവിടെ പറഞ്ഞു നിർത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, കൊല്ലം ജില്ലയിൽ നമ്മുടെ സംഘടനയുടെ സ്വാധീനം വെച്ചും ജനകീയ അംഗീകാരം വെച്ചും ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് കൊല്ലം ജില്ലയിലെ 6 മണ്ഡലങ്ങളിൽ എവിടെ നിന്നാലും ശ്രീ PC വിശ്വനാഥിന്റെ വിജയം ഉറപ്പായിരുന്ന ഒരു നേതാവായിരുന്നു ശ്രീ PC. അതുകൊണ്ടാണ് കൊല്ലത്ത് അദ്ദേഹത്തിന് KPCCയും AICCയും സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചെങ്കിലും ഇവിടെ ചില ബുദ്ധിമുട്ട് വന്നപ്പോൾ കുണ്ട്രയിലെ യുവാക്കൾ ഒരു പ്രകടനം നടത്തി അവിടെ അദ്ദേഹം മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, സ്ഥാനാർത്ഥിയാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രകടനം പാതിരാത്രി 12 മണിക്ക് നടത്തിയ കൊല്ലത്തേക്ക് വന്ന സാഹചര്യങ്ങളുണ്ട്. അത്രയ്ക്കും കൊല്ലം ജില്ലയിലെ യുവാക്കളുടെയും ജനങ്ങളുടെയും വളരെയേറെ സ്വാധീനവും അംഗീകാരവും ഉണ്ടായിരുന്നതും ഇപ്പോഴും ഉള്ളതുമായ നേതാവാണ് ശ്രീ PC വിശ്വനാഥ് എന്നറിയാം. അദ്ദേഹത്തെ സംബന്ധിച്ച് ശ്രീ നസീറായുടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ശങ്കർ സാറും തുടർന്ന് CM സ്റ്റീഫനും ഒക്കെ ഏറ്റെടുത്ത ദൗത്യം ഈ ജില്ലയിലെ പണ്ട് KC രാജന്റെ കാലത്ത് AICCയുടെ പ്രസിഡന്റായിരിക്കുന്ന കാലങ്ങളിൽ നമുക്ക് 9 MLA സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വളരെ ഓർമ്മിക്കുവാൻ ഇപ്പോഴും നമുക്ക് മധുരമുള്ള കാര്യമാണ്. പക്ഷെ എന്തോ പ്രത്യേക സാഹചര്യങ്ങളാൽ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ മണ്ഡലങ്ങൾ അവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ജനങ്ങൾക്ക് കോൺഗ്രസിനോടുള്ള താല്പര്യക്കുറവല്ല. 10-25,000 വോട്ട് ജയിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും അവരെ കൂടി പരിഗണിക്കാതെയും അവരുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിക്കാതെയുള്ള സമീപനങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി നമുക്ക് വന്ന് ഭരിച്ചു വരുന്നതാണ്. അത് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് കൈകാര്യം ചെയ്യുവാൻ അർഹതപ്പെട്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് ആ നിലയിലുള്ള ശ്രദ്ധ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി ജനകീയ താല്പര്യത്തിന് അനുസൃതമായ ആളുകളെ അവർക്ക് വിജയിപ്പിച്ചു വിടുവാൻ കഴിയുന്ന അവസരം കൊടുക്കാതെ ഉള്ള സാഹചര്യം സൃഷ്ടിച്ചതുകൊണ്ടാണ് ഈ പരിസ്ഥിതി വന്നു ചേർന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ ഒരു മടക്കിയ വരവിന്റെ കേരളത്തിൽ ലഭ്യമാക്കുവാൻ കഴിയുന്ന ജില്ലയുടെ മാത്രമല്ല തെക്കൻ കേരളത്തിലെയും പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെയും സമർത്ഥനായ നേതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും കോൺഗ്രസുകാരുടെയും സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള ആളുകളുടെയും ഒക്കെ പിന്തുണ ഒരേപോലെ ആക്കിക്കൊള്ളാൻ കഴിയുന്ന നേതാവ് എന്ന നിലയിൽ
വളർന്നു വന്നിരിക്കുന്ന ശ്രീ പി സി വിശ്വനാഥിന്റെ സേവനം ശ്രീ കെ സി രാജൻ തന്നെ സൂചിപ്പിച്ച 30 കേരളത്തിലെ ഈ 39 സീറ്റുകളിൽ പകുതിയിലധികം സീറ്റുകളിലും കോൺഗ്രസിന്റെയും ജനാധിപത്യത്തിന്റെയും സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് അസംബ്ലിയിൽ എത്തിക്കുവാനും അതുവഴി നമ്മുടെ ഈ ഭരണം തിരിച്ചുകൊണ്ടുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് അനുസൃതമായ എല്ലാ വിധമായ എല്ലാവരുമായ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചിരിക്കുന്നു. നമസ്കാരം. ഒട്ടനവധി നേതാക്കൾ, KPCC സെക്രട്ടറിമാർ, KPCC അംഗങ്ങൾ അടക്കമുള്ള ഒട്ടനവധി പ്രമുഖരായ നേതാക്കൾ ഈ വേദിയിൽ സന്നിഹിതരാണ്. പക്ഷേ ആശംസാ പ്രസംഗം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അവരുടെ എല്ലാ ആശംസകളും നിങ്ങളുടെ ഉൾപ്പെടെ ഉള്ള ആശംസകൾ അദ്ദേഹത്തിന് അർപ്പിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. ഈ സ്വീകരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെയൊക്കെ പ്രിയങ്കരനായ ശ്രീ VM സുധീരന് അവരുടെ എന്റെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ട PC വിശ്വനാഥ് KPCC വർക്കിംഗ് പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ടതിനെ തുടർന്ന് കൊല്ലം ജില്ലയിലെ പ്രവർത്തകരുടെ ആഹ്ലാദ അഭിമാന വികാരങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിന് വേണ്ടി കൊല്ലം ജില്ലയിലെ പ്രവർത്തകർക്ക് അദ്ദേഹത്തെ അനുമോദനം അർപ്പിക്കാൻ വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് സാദ് വേദി ഒരുക്കിയിരിക്കുകയാണ്. ഇതിൽ നിങ്ങളോടൊപ്പം പങ്കാളിയാകാൻ സാധിച്ചതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട്. ഭാവി കേരളത്തിന്റെ നേതൃസ്ഥാനത്ത് ഞാൻ കാണുന്ന പ്രധാന വിശ്വനാഥിന് അതിനുള്ള കഴിവുണ്ട്. ഞാൻ ഇപ്പോഴും സമസ്യകളുണ്ട്. നമുക്കെല്ലാം പ്രിയപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയാണ് ഞങ്ങളുടെ ഒരു ആശയ വിനിമയത്തിനിടയിൽ പഴയകാല KS കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു ആശയ വിനിമയത്തിനിടയിൽ PC വിശ്വനാഥിനെ കുറിച്ച് എന്നോട് പറഞ്ഞു. അന്ന് അദ്ദേഹം പ്രവർത്തക രംഗത്ത് വന്ന് കുറച്ച് മുന്നോട്ട് പോയ സന്ദർഭമാണ്. ഇവിടെ നേരത്തെ ശ്രീ KC രാജനും ബിന്ദു കൃഷ്ണയും ഷാനവാസും നസീറും ഒക്കെ പറഞ്ഞതുപോലെ KSU രംഗത്ത് നിന്ന് സാധാരണ പ്രവർത്തകനായി തുടങ്ങി ദേവസ്വം ബോർഡ് കോളേജ് ശാസ്ത്രകർത്ത ദേവസ്വം ബോർഡ് കോളേജ് യൂണിയൻ സെക്രട്ടറിയായി, കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് മത്സരിച്ചു, ആർട്സ് ക്ലബ് സെക്രട്ടറിയായി. പിന്നെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത് ഞാൻ ഇപ്പോൾ നോക്കുന്നുണ്ട് കേരള യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് മെമ്പർ എന്ന നിലയിൽ. ഈ സെനറ്റ് മെമ്പർ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് അതിന്റെ പ്രവർത്തനം നീക്കാൻ സാധിക്കുമെന്നാണ് മുൻകാലങ്ങളിലും പലരും തെളിയിച്ചിട്ടുണ്ട്. കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു സർവകലാശാല ഭരണ സംവിധാനത്തിൽ വിദ്യാർത്ഥി പ്രാതിനിധ്യം വേണം, പങ്കാളിത്തം വേണം എന്നുള്ളത്. ആ ആവശ്യം നിരന്തരമായി ഉന്നയിച്ചു. ശ്രീ വൈരാഗോടി KSU പ്രസിഡന്റായിരിക്കെ, AK KSU പ്രസിഡന്റായിരിക്കെ, പിന്നീട് ശ്രീ ഉമ്മൻചാണ്ടി പ്രസിഡന്റായപ്പോൾ
ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ പ്രസിഡന്റായപ്പോൾ ഞാൻ പ്രസിഡന്റായിട്ട് നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരുന്ന ആവശ്യമാണ്. പക്ഷെ അത് യാഥാർത്ഥ്യമായി കേരള യൂണിവേഴ്സിറ്റിയിൽ സെനറ്റിൽ 3 വിദ്യാർത്ഥി പ്രതിനിധികളെ ഉൾപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. പ്രിയപ്പെട്ട ശ്രീ മുഹമ്മദ് ഹസൻ, പിന്നീട് CPIയെ പ്രതികരിച്ചുകൊണ്ട് ശ്രീ ഉദയഭാനു, ഉദയഭാനു, പിന്നീട് നമ്മുടെ സലാം പിന്നീട് കോൺഗ്രസിൽ വന്നു. അഡ്വക്കേറ്റ് സലാം, അദ്ദേഹം അന്ന് SF-ന്റെ പ്രവർത്തകനായിരുന്നു. ഇവർ 3 പേരാണ് ആദ്യമായി സർവകലാശാല സെനറ്റിൽ പോകുന്നത്. പിന്നീട് നമുക്കറിയാം, സെനറ്റിലുള്ള സിൻഡിക്കേറ്റിൽ അംഗത്വം വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. അങ്ങനെ കേരള സർവകലാശാല ഏഷ്യയിൽ ആദ്യമായി സർവകലാശാല സിൻഡിക്കേറ്റിൽ അംഗമാകുന്നത് നമുക്കെല്ലാം പ്രിയപ്പെട്ട സംസ്ഥാനമല്ല. അപ്പോൾ ആ രീതിയിൽ സെൽഫ് അംഗം എന്നുള്ള നിലയിലുള്ള വിഷ്ണുനാഥിന്റെ പെർഫോമൻസ് പ്രവർത്തനം വളരെയേറെ മടിപൂർവ്വമാക്കിയിരുന്നു, വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു പറയാൻ നമ്മുടെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട നമ്മുടെ യൂണിയന്റെ നേതാക്കന്മാരും പ്രവർത്തകരൊക്കെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പല സന്ദർഭങ്ങളിലും നമ്മൾ പറയുന്നു. പിന്നീട് വിഷ്ണുനാഥ് KSU പ്രസിഡന്റായി. KSU പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം അവതരിപ്പിക്കപ്പെട്ട അഭിപ്രായങ്ങൾ ശ്രദ്ധേയമായിരുന്നു. പക്വതയോടുകൂടി പാകതയോടുകൂടി എതിരാളികളെ പോലും എതിർച്ചേരിയിൽ നിൽക്കുന്നവരെ പോലും ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രസ്താവനകളും നടത്താൻ, അഭിപ്രായ പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കേരള വിദ്യാർത്ഥി അറിയാമല്ലോ, പഴയ ആളുകൾക്കൊക്കെ അറിയാം. ഒരു കാലത്ത് കേരളത്തിലെ എല്ലാ കോളേജുകളും KSUവിന്റെ കൂടി ബാധിച്ച സന്ദർഭമായിരുന്നു. അന്ന് സ്കൂൾ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. സ്കൂൾ പാർലമെന്റുകളിലും 99% KSUവായിരുന്നു. അങ്ങനെ KSU മയമായിരുന്ന ഒരു കാലം ഇക്കാലത്ത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുണ്ടായ സാഹചര്യങ്ങളെ തുടർന്ന് കേരള വിദ്യാർത്ഥി യൂണിയൻ പിന്നാക്കം പോയി. പക്ഷേ ആ പിന്നോക്കം പോയ കേരള വിദ്യാർത്ഥി യൂണിയനെ വീണ്ടും പഴയകാല പ്രതാപത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശക്തമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ശ്രീ വിശ്വനാഥ്. പിന്നീട് അദ്ദേഹം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദത്തിലേക്ക് അദ്ദേഹം എത്തിയത് തെരഞ്ഞെടുപ്പിലൂടെയാണ്. എനിക്ക് തോന്നുന്നു യൂത്ത് കോൺഗ്രസിൽ അതുവരെ അവസാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ഞാനാണ്. പിന്നീട് 78-ലെ സ്പ്ലിറ്റിന് ശേഷം നോമിനേഷനായി ആ രീതിയിലേക്ക് വന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ശ്രീ വിശ്വനാഥ് പ്രസിഡന്റായി വന്ന സന്ദർഭത്തിലാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ മികച്ചതായിരുന്നു എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. ഞാൻ BPCC പ്രസിഡന്റായിരുന്ന കാലത്താണ് മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരെ APCC ജനറൽ സെക്രട്ടറിമാരായി നിയോഗിക്കുന്ന ഒരു രീതിയുണ്ട്, പാരമ്പര്യം നമുക്കുണ്ട്. ആ പാരമ്പര്യത്തിന്റെ ചൂട് വെച്ചുകൊണ്ട് തന്നെ വിശ്വനാഥിനെയും ശ്രീ ബിജുവിനെയും APCC ജനറൽ സെക്രട്ടറിമാരായി നിയമിച്ചു എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കമാൻഡിന് കത്ത് കൊടുക്കാൻ അവസരം കിട്ടിയതിൽ എനിക്ക് അന്നും ഇന്നും വളരെ അഭിമാനമാണ്. പിന്നീട് നമുക്കറിയുന്നത് നിയമസഭയിലംഗമായി. നിയമസഭയിലെ പ്രവർത്തനം വളരെ മികച്ച പ്രവർത്തനമായിരുന്നു. നല്ലൊരു പാർലമെന്റേറിയനാണ് വിഷ്ണു എന്ന് സ്വന്തം പ്രവർത്തനത്തിലൂടെ അദ്ദേഹം തെളിയിച്ചു. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നിയമസഭ പ്രവർത്തനത്തിൽ വിഷ്ണുവിന്റെ ഒരു രീതി. അദ്ദേഹം പറയുന്നത് സഭയുടെ എല്ലാ തലങ്ങളിലുള്ളവരും
ഇരുപക്ഷത്തുള്ളവരും ശ്രദ്ധിച്ചിരുന്നു. വളരെ ഗൗരവത്തോടുകൂടി പറയാനുള്ള കാര്യങ്ങൾ, ജനപക്ഷത്ത് നിന്നും പറയാനുള്ള കാര്യങ്ങൾ, ജനതാൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്, തെരഞ്ഞെടുത്ത ജനങ്ങളോട് നീതി പുലർത്തുന്നതിന് അങ്ങേയറ്റം ആത്മാർത്ഥമായി അദ്ദേഹം പ്രവർത്തിച്ചു. ചില സന്ദർഭങ്ങളിലൊക്കെ ചില സബ്മിഷൻ ഉന്നയിക്കാൻ ഞങ്ങളൊക്കെ അദ്ദേഹത്തോട് ആവശ്യപ്പെടാറുണ്ട്. ഈ അടുത്ത അവസരത്തിലും ഞങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു. വളരെ കൃത്യമായി ആ ദൗത്യം അദ്ദേഹം നിർവഹിച്ചു. നിയമസഭയുടെ എല്ലാ ഭാഗത്തു നിന്നും ഏത് കാലത്തായാലും ഇരു തലങ്ങളിലും ആദരിക്കപ്പെടുന്ന, അംഗീകരിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട വിഷ്ണുവിന്റേത് എന്ന് നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി സാധിക്കും. ഞാൻ പ്രസിഡന്റ് കാലത്താണ് KPCC രാഷ്ട്രീയകാര്യ സമിതി നിലവിൽ വരുന്നത്. അന്ന് ചെറിയൊരു അംഗസംഖ്യ ആയിരുന്നു. 13-15 പേരോ ആയിരുന്നാണ്. അന്ന് വിഷ്ണു, ലിജു തുടങ്ങിയ അന്നത്തെ യുവ നേതാക്കളെ അത് ഉൾപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ, KPCC യോഗങ്ങളിൽ വിഷ്ണു പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ തികച്ചും പക്വതയോടുകൂടിയായിരുന്നു, ആഗ്രഹത്തോടുകൂടിയായിരുന്നു, അതിൽ ദിശാബോധം ഉണ്ടായിരുന്നു. അത് പാർട്ടി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതായിരുന്നു. പാർട്ടി വളരെ ഉത്തരവാദപ്പെട്ട രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആ തന്നെ അർപ്പിക്കപ്പെട്ട ആ ഉത്തരവാദിത്വം, പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം, ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉത്തരവാദിത്വം വളരെ കൃത്യമായി നിറവേറ്റാൻ പ്രിയപ്പെട്ട എന്റെ ജനങ്ങൾ വിശ്വന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഭാവിയിലേക്കുള്ള നേതൃത്വ നിലയിലേക്ക് അദ്ദേഹത്തെ നോക്കിക്കാണുന്ന നമുക്കൊക്കെ വളരെ പ്രേരകമായി എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും വിഷ്ണു പല ദൗത്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹം അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരുന്നു, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ശ്രീ KC വേണുഗോപാലിനോടൊപ്പം കർണാടകത്തിന്റെ ദൗത്യം, കർണാടകത്തിൽ കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ദൗത്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏൽപ്പിച്ചത് വിഷ്ണു ഉൾപ്പെടെയുള്ള ആളുകളാണ്. ആ ചുമതല ഒരു തരത്തിലും വലിയ പ്രചരണമില്ലാതെ അദ്ദേഹം ഏറ്റെടുത്ത കാര്യങ്ങൾ വളരെ ഭംഗിയായി, തൃപ്തികരമായി കർണാടകത്തിലെ പല നേതാക്കളും സംസാരിക്കവേ എന്നോട് പറഞ്ഞിട്ടുള്ളത് വളരെ അദ്ദേഹം ഒരു മാന്യമായ നിലപാടാണ് എപ്പോഴും സ്വീകരിക്കുക. ആവശ്യത്തിന് സംസാരിക്കുക, ആവശ്യമില്ലാതെ സംസാരിക്കാതിരിക്കുക, പറയുന്ന കാര്യങ്ങൾ പറയുന്ന സ്ഥലങ്ങളിൽ പറയുക, അത് കൃത്യമായി പറയുക. ഈ രീതിയിൽ ലക്ഷ്യബോധത്തോടുകൂടി, കൃത്യമായ ദിശാബോധത്തോടുകൂടി പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കർണാടകത്തിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ മണിക്കൂറിലൂടെയാണ് കർണാടകത്തിലെ നേതാക്കൾ എന്നെപ്പോഴും അറിയപ്പെടുകയും ഈ അവസരത്തിൽ ഞാൻ KPCC പുനഃസംഘടന ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ പ്രതീക്ഷിച്ചത് പുനഃസംഘടനയ്ക്ക് മുമ്പ് ഞങ്ങളെയൊക്കെ വിളിച്ച് ചർച്ച ചെയ്യുമെന്നായിരുന്നു ഉദ്ദേശം. പക്ഷെ അവര് പുനഃസംഘടന കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചത്. മറ്റത് വിവാദത്തില്ല, കാരണം കൃഷിയുടെ വലിയ പ്രശ്നമാണ്. ഐക്യരാജ്യ പ്രജാമണ്ഡലത്തിന്റെ സ്ഥാപക നേതാവായിട്ടുള്ള VR കൃഷ്ണൻ തച്ച K കരുണാകരന്റെ, നമ്മുടെ ലീഡറായ K കരുണാകരന്റെ രാഷ്ട്രീയ ഗുരുവായ VR കൃഷ്ണൻ തച്ച അദ്ദേഹത്തിന്റെ വേർപാടിന് ശേഷം നമ്മുടെ പാർട്ടി പ്രവർത്തക മണ്ഡല കമ്മിറ്റി എല്ലാ വർഷവും അവിടെ ചരമോപചാരം അർപ്പിക്കാറുണ്ട്, ആദരാഞ്ജലി അർപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലൊന്നിനുള്ളിൽ BJP ആയി. ആ സന്ദർഭം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇത്തവണ BJPയുടെ വക ഒരു ആദരവുണ്ട്. അപ്പൊ ആ സന്ദർഭത്തിൽ അവിടെ പോകാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. അവിടെ ചെന്നത് ഏറ്റവും നന്നായിരിക്കുന്ന അവരെല്ലാവരും പറയുകയും ചെയ്യും. അതുകൊണ്ടാണ് പോകാതിരുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഏതായാലും പിന്നെ നമ്മുടെ പാർട്ടി ഏൽപ്പിച്ച നേതൃദൗത്യം
ശ്രീ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റായി സണ്ണിയോടൊപ്പം വർക്കിംഗ് പ്രസിഡന്റുമാരായി വിശ്വനാഥ്, ഷാഫി പറമ്പിൽ, അനിൽകുമാർ എന്നിവർ വന്നു. വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ വളരെയേറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ അവരെ എല്ലാവരെയും ഏറ്റെടുക്കുന്നു. വിശ്വനാഥ് വന്നത് വളരെയേറെ ആഹ്ലാദകരമാണ്, അഭിമാനകരമാണ് എന്നുള്ളത് കൊല്ലം ജില്ലയിലെ നിങ്ങളുടെ ആ പ്രതികരണങ്ങൾ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ GC രാജൻ പറഞ്ഞ പ്രധാന കാര്യമുണ്ട്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു കാലത്ത് കൊല്ലം ജില്ല നേതാക്കളാൽ സമൃദ്ധമായിരുന്നു, സമ്പന്നമായിരുന്നു. നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയം തന്നെ നിയന്ത്രിച്ചത് കൊല്ലം ജില്ലയിലെ നേതാക്കളായിരുന്നു. കേരള മുഖ്യമന്ത്രിയായിരുന്ന ശങ്കർ സാറ്, പിൽക്കാലത്ത് കേന്ദ്രമന്ത്രിയായിരുന്ന കേരളം കണ്ട പ്രഗത്ഭരായ തൊഴിലാളി നേതാവ് കൂടിയായിട്ടുള്ള CM സ്റ്റീഫൻജി, നമ്മുടെ ആരോഗ്യമന്ത്രി A.A. സാഹിബ്, അതിനു മുമ്പാകട്ടെ TM വർഗീസ്, C. കേശവൻ, തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന C. കേശവൻ, അതിപ്രഗത്ഭനായ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ശക്തി സ്രോതസ്സായിരുന്ന TM വർഗീസ്, കുമ്മളത്ത് ശബ്ദപ്പിള്ള. ഞാൻ ആലോചിക്കുകയായിരുന്നു, എത്രയോ ഒരു നീണ്ട നിര, നമ്മുടെ ഏറ്റവും കൂടുതൽ തെന്നല ബാലകൃഷ്ണന്റെ നിര, ഏവീന്ദ്രൻ വക്കീല്, അങ്ങനെയുള്ള ഒരു നിര, ശ്രീ കർത്തരാജൻ വക്കീല്, അങ്ങനെ കേരളത്തെ സംബന്ധിച്ച് നേതൃത്വത്തിലേക്ക് വന്ന ഒരു വലിയ നിര തന്നെ കൊല്ലം ജില്ലയിൽ ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് അങ്ങനെ ഒരു നേതൃത്വത്തിൽ വരുന്ന ആളുകളുടെ പോരായ്മ ഉണ്ട് എന്ന് ശരിക്കും പറഞ്ഞാൽ അതൊരു വികാരമാണ്. GC രാജൻ പറഞ്ഞപ്പോഴാണ് പൂർണ്ണമായി ഉള്ളി കത്തിയത്. ഒരു കാര്യം ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, ആ പഴയ പ്രതാപശാലികളായ നേതാക്കളുടെ നിരയിലേക്ക് കൊല്ലം ജില്ല തെരഞ്ഞെടുക്കുന്ന കൊല്ലം ജില്ലയിലെ ജനങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരത്തോടുകൂടി ഇന്ന് നിയോഗിക്കപ്പെട്ട നേതാവാണ്, യുവ നേതാവാണ്. വലിയൊരു ദൗത്യമാണ് വിഷ്ണു പറഞ്ഞ 9 പേര് 7 പേര് പറഞ്ഞു. ശരിയാണ്, രാജ്യമൊക്കെ DCC പ്രസിഡന്റായിരുന്ന കാലത്താണ് ആ വലിയ നേട്ടം. നമ്മുടെ പ്രസാദ് സാറിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം 7 ഒരു കാര്യം ഞാൻ പറയട്ടെ, അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഒരു പ്രധാന ഘടകമാണ്. എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം നമ്മുടെ സ്ഥാനാർത്ഥി നിർണയം വളരെ വേഗത്തിൽ, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ എപ്പോഴും പറയുന്നത് പോലെ 24 മണിക്കൂർ, പക്ഷെ തലേ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് 2-3 മണിക്കൂറുള്ള വൈകി കൃത്യമായി എല്ലാവരുമായും ആലോചിച്ച് എല്ലാവരുമായും ആശയവിനിമയം നടത്തിയിട്ടാണ് ആര്യാന്റെ ശബ്ദത്തിനായി നിർദ്ദേശിച്ചത്. AICC ഹൈക്കമാൻഡ് അംഗീകരിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നാം വിജയത്തിലേക്ക് വരികയാണ്. കാരണം പിറവമായുടെ ഭരണം അവസാനിപ്പിക്കുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. മടുത്തു, കമ്മ്യൂണിസ്റ്റുകാർ പോലും മടുത്തു, ഈ സർക്കാരിന്റെ മുൻകാലങ്ങളിൽ പിൻവാങ്ങിയവർ പോലും മടുത്തു. ഏതെങ്കിലും ഒരു മേഖലയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടോ? കേരളത്തിന് ഗുണകരമായി തോന്നിയിട്ടുണ്ടോ? ആകെ ഈ സർക്കാർ വളരെ വളരെ എന്താ പറയാ, ഫലപ്രദമായി അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു കാര്യത്തിൽ വിജയിച്ചു. എന്താണ്? കേരളത്തിൽ മുഴുവൻ മദ്യവ്യാപനം നടത്താൻ, കേരളത്തിൽ മുഴുവൻ മയക്കുമരുന്ന് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ എത്തിക്കാൻ. അതായത് ഈ സർക്കാരിന്റെ സർക്കാർ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എല്ലാം മതിയാവോ എന്ന് ശ്രദ്ധിക്കണം. അതായത് മദ്യം ഒരു സാമൂഹ്യ വിപത്താണ്, മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും കുറച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ലക്ഷ്യം. മദ്യവർജനം മഹാപ്രസ്ഥാനമായി മാറ്റും, സാക്ഷരതാ പ്രസ്ഥാനം പോലെ മദ്യവർജനം ഒരു പ്രസ്ഥാനമാക്കി മാറ്റുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാഗ്ദാനം.
മദ്യം പോലെ തന്നെ മഹാവിപത്താണ് കഞ്ചാവും മയക്കുമരുന്നും. അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ മുന്നിൽ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായി അവതരിപ്പിച്ചവരാണ്. അവതരിപ്പിച്ചത് എങ്ങനെയാണ്? അന്ന് കേരളം 29 ബാറുകൾ മാത്രം, പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബാറുകൾ നിരോധിച്ചു. ആ 29 ബാറുകൾ മാത്രം പ്രവർത്തിക്കുമ്പോഴാണ് ഈ വാഗ്ദാനവുമായി മുന്നോട്ട് വന്നത്. എന്തുപറ്റി? അതിനുശേഷം കേരളത്തിന് 1000 കടന്നു ബാറുകൾ IT മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നു. ശരിയായ നടപടി, ഞാൻ തുറന്നു പറയാം, ശരിയായ നടപടി കൃത്യമായി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ഈ മദ്യവ്യാപനവും മയക്കുമരുന്ന് വ്യാപനവും ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകില്ല. ഒരു സർക്കാർ വേണമെന്ന് തീരുമാനിച്ചാൽ ഇതൊക്കെ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കോവിഡ് കാലത്ത് 64 ദിവസം കേരളത്തിൽ നിലനിന്ന ലോക്ക്ഡൌൺ കാലം. എല്ലാ മദ്യശാലകളും അടച്ചുപൂട്ടി. ഒരു മയക്കുമരുന്നും ഉണ്ടായില്ല, ഒരു സ്പിരിറ്റും ഉണ്ടായില്ല. വേണമെങ്കിൽ സാധിക്കുമായിരുന്നു. പക്ഷേ കേരളത്തെ തലമുറകളുടെ സർവനാശത്തിലേക്ക് എത്തുന്ന രീതിയിൽ മുന്നോട്ട് പോകാനായി എന്നല്ലാതെ മറ്റൊരു തലത്തിലും ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സർവ്വതലത്തിലും പരാജയം. തൊഴിലാളി മേഖലയിൽ പരാജയം, കാർഷിക മേഖലയിൽ പരാജയം, വിദ്യാഭ്യാസ മേഖലയിൽ പരാജയം. ഏതെങ്കിലും ഒരു മേഖല എടുത്തു കളയാൻ സാധിക്കുമോ? ഓർത്തു. പിന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെ അഴിമതി ആരോപണങ്ങളുടെ നേർച്ചുഴിയിലെത്തിയിരിക്കുന്നു. ഇൻകം ടാക്സ് ഇൻകം സെറ്റിൽമെന്റ് ബോർഡ് അവരുടെ ഫൈൻഡിംഗ് ആണ് പലപ്പോഴും വന്നിട്ടുള്ള ആരോപണങ്ങൾ വരുന്നത്. ഒന്നുകിൽ മാധ്യമ വാർത്തകളെ ആശ്രയിച്ചാണ്, അല്ലെങ്കിൽ ഊഹാപോഹങ്ങളെ ആശ്രയിച്ചാണ്. പക്ഷേ ജുഡീഷ്യൽ ഫോറമായ ഇൻകം ടാക്സ് ഇൻകം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഫൈൻഡിംഗ് ആണ് അവിടെ കരിമണൽ കമ്പനിയിൽ നിന്നും ആനുകൂല്യങ്ങൾ പറ്റിയത്. അത് വേറെ ആരും പറയുന്നതല്ല, ഒരു ജുഡീഷ്യൽ ഫോറം തന്നെ കൃത്യമായി അവർ കണ്ടെത്തലാണ്. ഈ തരത്തിൽ വ്യാപകമായി സംസ്ഥാനത്തിന് ദോഷകരമായി മുതലാളിത്ത കർമ്മപരിപാടികളുമായി നരേന്ദ്രമോദിയുടെ അതേ പാതയിലൂടെ മുന്നോട്ട് പോകുന്ന പിണറായി സർക്കാർ ഏറ്റവും വലിയ ജനവിരുദ്ധ സർക്കാരായി മാറിയിരിക്കുന്നു. കേരളത്തിൽ ഒരുപാട് സർക്കാരുകൾ കണ്ടിട്ടുണ്ട്. ഇത്രയും മോശമായ ദുർഭരണം നടത്തുന്ന ഒരു സർക്കാരിനെ കേരളത്തിലെ ജനങ്ങൾക്ക് കാണാൻ സംഭവപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ മാറണം. അതിന്റെ ആദ്യത്തെ ചുവടുവയ്പ്പാണ് നിലമ്പൂരിൽ. അപ്പോഴാണ് ഈ സർക്കാരിനോട് യുദ്ധം പ്രഖ്യാപിച്ച് പിണറായിയുടെ തെറ്റായ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിയമസഭാംഗത്വം രാജിവെച്ച ശ്രീ അൻവർ അദ്ദേഹം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെയുണ്ട്. പക്ഷേ UDF-ലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. UDF-ലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം ചെയ്യുന്നിടത്ത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഏകകണ്ഠമായി അംഗീകരിച്ച ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ആ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന തരത്തിലാണ് അദ്ദേഹം നീങ്ങുന്നത്. UDF-മായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്ന ആള് UDF സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി ആക്ഷേപിച്ച് മുന്നോട്ട് പോകുന്നതിന്റെ ഔചിത്യം എന്തുകൊണ്ട് അദ്ദേഹം തിരിച്ചറിയുന്നില്ല? അദ്ദേഹം നിലപാട് തിരുത്തണം, തിരുത്തിയേ മതിയാകൂ. ആര്യാടൻ ഷൗക്കത്തിനെതിരെ അദ്ദേഹം നടത്തിയ തെറ്റായ പ്രചരണം, അധിക്ഷേപകരമായ പ്രസ്താവന, പരാമർശം അത് പിൻവലിച്ച് യഥാർത്ഥത്തിൽ ആര്യാടൻ ഷൗക്കത്തിനോടും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയ UDF-നോടും ക്ഷമാപണം നടത്താൻ തയ്യാറാക്കിയാണ് വേണ്ടത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും എനിക്ക് അഭിമാനമുണ്ട്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ്, പ്രത്യേകിച്ച് UDF ചെയർമാൻ കൂടിയായ VD സതീശൻ, നമ്മുടെ പാർട്ടി നേതൃത്വം, UDF നേതൃത്വം ഈ കാര്യത്തിൽ സ്വീകരിച്ച നിലപാട് ഏറ്റവും ഉചിതമായ നിലപാടാണ്. കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്ന നിലപാടാണ്. യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ തരത്തിലുള്ള എന്തെങ്കിലും സമിതികളുണ്ടെങ്കിൽ അതിലൊക്കെ അതിജീവിച്ചുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത്
വൻ ഭൂരിപക്ഷത്തോടുകൂടി കേരള നിയമസഭയിലേക്ക് പോകും. ആര്യാടന്റെ മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പാണ്. ശരിക്ക് ശ്രദ്ധിക്കണം. സ്ഥാനാർത്ഥി നിർണയം ശരിക്ക് ശ്രദ്ധിക്കണം. ഞാൻ ആലോചിക്കാൻ ഞാൻ KPCC പ്രസിഡന്റായിരുന്നപ്പോൾ തീരുമാനിച്ചു, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ KPCCയോ DCCയോ ഒന്നും നിലകൊള്ളില്ല. അതെല്ലാം അതാണ് പ്രാദേശികമായി പ്രവർത്തനം തീരുമാനിക്കട്ടെ, ബൂത്ത് കമ്മിറ്റികൾ, വാർഡ് കമ്മിറ്റികൾ തീരുമാനിക്കട്ടെ. നിർഭാഗ്യവശാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ബോഡിയിൽ നിന്നോ പലയിടപെടൽ വന്നു, പലയിടത്തും പ്രശ്നങ്ങളായി. ആ തരത്തിൽ സാഹചര്യമില്ലാതെ അതാത് വാർഡുകളിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി വിഷ്ണു ഒരു കാര്യം പ്രത്യേകിച്ച് DCC പ്രസിഡന്റ് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഈ കൊല്ലം കോർപ്പറേഷന്റെ ഇന്നത്തെ അവസ്ഥയിൽ മാറ്റം ഉണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രകടനമുണ്ട്. കൊല്ലം ജില്ലയിൽ, ജില്ലാ പഞ്ചായത്തിലും നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലും കോർപ്പറേഷനിലും ഗുണപരമായ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നാം അംഗീകരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യമാണ്. ആ ശ്രമകരമായ ദൗത്യം വിഷ്ണു ഇങ്ങോട്ട് വന്നത് ഞാൻ പറഞ്ഞിരുന്നു രാവിലെ. അത് നിലമ്പൂരിൽ നിന്നാണ് വിളിക്കുന്നത്. നിലമ്പൂരായിരുന്നു നമ്മൾ ആ ചുമതല ഏറ്റെടുത്തിരിക്കുക. ആ ദൗത്യം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ വൻ ഭൂരിപക്ഷത്തിലേക്ക് നയിക്കാൻ KC രാജൻ പറഞ്ഞ ആ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അത് നമുക്കെല്ലാം ഒറ്റക്കെട്ടായി ഈ രാജേന്ദ്ര പ്രസാദിന് വിളിക്കാം, ഒരുമിച്ച് നീക്കാം എന്ന് മാത്രം പറയുന്നു. എന്റെ സ്നേഹാദരവിന്റെ പ്രിയപ്പെട്ട വിഷ്ണു എന്റെ ആ മതിപ്പ്, ആ താല്പര്യം, അത് ഒരിക്കൽ കൂടി പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞാൻ അദ്ദേഹത്തിന് ഈ ആരാധന നടത്തുകയാണ്. അത് സ്വീകരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ഈ സമ്മേളനം, ഈ സ്വീകരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും അവസരമുണ്ടോ? KS വേണുഗോപാൽ മാത്രം ഒരു വാക്കിലൂടെ ആശംസ അർപ്പിച്ചിട്ട് നമുക്ക് CM പരിപാടിയിലേക്കാണ്. ശ്രീ രാജേന്ദ്ര പ്രസാദ് വേദിയിലുള്ള ഇത്രയും ബഹുമാനിയായ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ഞാൻ പറഞ്ഞതുപോലെ PC വിശ്വനാഥ് എന്റെ ഒരു പയ്യൻ പറയുന്ന ഒരു വ്യക്തിയില്ല. അദ്ദേഹം പഠിച്ച സ്കൂളിന്റെ വിദ്യാഭ്യാസക്കാരൻ. അദ്ദേഹത്തിന്റെ അമ്മ വീട്, അദ്ദേഹത്തിന്റെ അമ്മാവന്മാരെ 7 അതെല്ലാം താരങ്ങളാണ്. അച്ഛൻ
സർക്കാർ ആദ്യം മുതലേ കഥ കുഞ്ഞുനാൾ മുതൽ അദ്ദേഹത്തിന്റെ ഓരോ വളർച്ചയുടെ ഭാഗത്തും നോക്കിക്കണ്ട് ഇരിക്കുന്ന ഒരാള് ആണ് ഞാൻ നമുക്ക് എനിക്ക് വളരെ സന്തോഷമുള്ള ഏത് വാർത്തയും പ്രസിഡന്റായി തെരഞ്ഞെടുക്കാൻ പോകുന്നതിന് ഒരു വാർത്തവും ശരിയാകുന്നില്ല. പത്രത്തിൽ വായിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് വളരെ സന്തോഷം. ഇനിയും ഉന്നതങ്ങളിലേക്ക് ശ്രീ വിഷ്ണുനാഥ് വലുതാകട്ടെ അഭിവാദ്യം ഒരു കാര്യം കൂടി സിഎംഐ കഴിഞ്ഞിട്ട് വിഷ്ണുവിന്റെ ഒരു വർത്തമാനം പ്രിയപ്പെട്ട അധ്യക്ഷൻ ബഹുമാനായ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് സാർ, നമുക്കെല്ലാം ഏറെ സന്തോഷം നൽകിക്കൊണ്ട് ഇവിടേക്ക് കടന്നു വന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത KPCCയുടെ മുൻ അധ്യക്ഷനും മുൻ നിയമസഭാ സ്പീക്കറും ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെയും കേരളത്തിലെ ലക്ഷക്കണക്കാക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെയും ആരാധ്യനായ നേതാവും കൂടിയായ ശ്രീ VM സുധീരൻ അവർ, പ്രിയപ്പെട്ട KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം മുൻ DCC പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, KPCC ജനറൽ സെക്രട്ടറി പ്രിയങ്കരായ മുഖ്യൻ അവർ, നമ്മുടെ എല്ലാ നേതാവും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ദീർഘകാല നേതൃത്വം നൽകിയ UDFന്റെ ജില്ലാ ചെയർമാൻ കൂടിയായ ശ്രീ KC രാജേന്ദ്രൻ, പ്രിയങ്കരായ നിർവാഹക സമിതി അംഗം പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ, INDUസിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരൻ അവർ, മുൻ MLAയും KPCCയുടെ മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ എഴുകോൺ നാരായണൻ ex-MLA അവർ, KPCCയുടെ സെക്രട്ടറിമാരായ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് P. ജർമിയാസ്, ബഹുമാനിയായ LK ശ്രീദേവി അവർ, ബിന്ദു ജയൻ, ശ്രീ നടുക്കുന്നിൽ വിജയൻ, സൈമൺ അലക്സ്, സൂരജ് രവി, ശ്രീ R. രാജശേഖരൻ, തൊടിയൂർ രാമചന്ദ്രൻ, ഇസ്ലാം നസീബ്, പ്രിയപ്പെട്ട ശ്രീ ശശികരൻ, RSPയുടെ ജില്ലാ സെക്രട്ടറി, എന്റെ അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഞങ്ങളുടെ നാട്ടുകാരനുമായ പ്രിയപ്പെട്ട വേണു സാറ്, UDFന്റെ ചെയർമാൻ ശ്രീ രാജേന്ദ്ര പ്രസാദ് അവർ സ്വാഗതം പറഞ്ഞ വിപിനൻ, ഇനി മറ്റ് ബഹുമാന്യരായ നേതാക്കന്മാർ, എല്ലാ ബ്ലോക്കിലും എത്തിയിട്ടുള്ള ബ്ലോക്ക് പ്രസിഡന്റുമാർ, പോഷക സംഘടനയുടെ നേതാക്കന്മാർ, കുണ്ടറയിലും എത്തിയിട്ടുള്ള ഞാൻ എടുത്തു പറയുന്നത് ഒരു സ്വാർത്ഥത അതിനകത്ത് ഉണ്ടായിരുന്നുണ്ടാണ്, അതുകൊണ്ട് വരാനും വിഷമിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. പ്രിയപ്പെട്ടവരെ, എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇവിടെ നേതാക്കന്മാരെല്ലാം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജില്ല സി കേശവന്റെ, മഹാനായ സി കേശവന്റെ, അതുപോലെ തന്നെ മഹാനായ ശ്രീ DM വർഗീസിന്റെ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന ശ്രീ കുമ്പളത്ത് ശങ്കുപിള്ളയുടെ, സ്റ്റീഫൻ സാറിന്റെ, റഹീം സാറിന്റെ, കേരളത്തിന്റെ കോൺഗ്രസിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ശ്രീ R. ശങ്കരന്റെ, കേരളം ചുമതല ഏറ്റെടുത്തതിന് ശേഷം ലീഡറുടെ അടുത്ത് പോയി, ഉമ്മൻചാണ്ടി സാറിന്റെ അടുത്ത് പോയി നേരെ വന്നത് കൊല്ലത്ത്
ശങ്കർ സാറിന്റെ സ്മൃതി മണ്ഡപത്തിലാണ്. അദ്ദേഹത്തിന്റെ പ്രസാദ് സാർ പറഞ്ഞ ശരിയാണ്, അദ്ദേഹത്തിന്റെ നാട്ടിലാണ്. കോവൂരാണ് ഞാൻ ജനിച്ചത്, എന്റെ അമ്മയുടെ അവിടെയാണ്. എന്റെ അച്ഛന്റെ വീട് കൊട്ടാരക്കര മാവടിയാണ്. പക്ഷെ ഞാൻ വളർന്നത് ശാസ്താംകോട്ടയിലാണ്. ശാസ്താംകോട്ട ഉൾക്കൊള്ളുന്നത് കുന്നത്തൂരാണ്. കുന്നത്തൂര് കേരളത്തിന് സംഭാവന ചെയ്ത KPCC അധ്യക്ഷൻ ബഹുമാനായ ശ്രീ തെന്നല ബാലകൃഷ്ണനുള്ള അവர்கள், നമ്മുടെ എല്ലാം ബഹുമാനായ എന്റെ നിയോജക മണ്ഡലത്തിന്റെ ഒരു ഭാഗം നെടുമ്പനയാണ്. ആ നെടുമ്പന പണ്ട് ചാത്തന്നൂർ മണ്ഡലത്തിലായിരുന്നു. ചാത്തന്നൂരിന്റെ MLA-യും KPCC-യുടെ പ്രസിഡന്റുമായിരുന്ന പത്മനാഭൻ സാറിന്റെ ഒക്കെ പ്രൗഢമായ പാരമ്പര്യമുള്ള ഒരു ജില്ലയാണ്. ആ ജില്ലയിൽ നിന്നും KPCC-യുടെ വർക്കിംഗ് പ്രസിഡന്റായി എനിക്ക് പ്രവർത്തിക്കാൻ പാർട്ടി അവസരം തന്നു. എനിക്ക് തൊട്ടു മുമ്പും കൊല്ലത്തെ കോൺഗ്രസിനെ അംഗീകരിച്ചുകൊണ്ട് ശ്രീ പുലിക്കുന്നൂർ സുരേഷ് അദ്ദേഹത്തിന് KPCC-യുടെ വർക്കിംഗ് പ്രസിഡന്റായി പ്രവർത്തിക്കാൻ അവസരം നൽകിയിരുന്നു. ഈ ഒരു വലിയ ഉത്തരവാദിത്വമാണ്. പ്രത്യേകിച്ച് ഈ DCC ഓഫീസിൽ നിന്ന് ഒരു അനുമോദനം, ഒരു പിന്തുണ, ഒരു സ്വീകരണം കിട്ടുമ്പോൾ വ്യക്തിപരമായി എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് ശാസ്താംകോട്ട കോളേജിലെ KSUവിന്റെ ഒരു സാധാരണ യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തകനായി. അന്ന് ജില്ലാ KSU കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ P. ജർമിയാസ. ഈ ബിൽഡിംഗ് പൂർത്തിയായിട്ടില്ല. നമ്മുടെ പഴയ ബിൽഡിംഗിൽ KSUവിന്റെ ജില്ലാ കൺവെൻഷൻ നടക്കുമ്പോൾ അവിടേക്ക് അന്നത്തെ താലൂക്ക് പ്രസിഡന്റ് ശ്രീ കല്ലട ഗിരീഷും എന്നെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ വേണ്ടി എന്റെ വീട്ടിൽ വന്ന് എന്റെ അച്ഛനോടും അമ്മയോടും അനുവാദം ചോദിച്ചാണ്. എന്റെ അച്ഛൻ എന്നെ ഒരു എഞ്ചിനീയർ ആക്കണമെന്ന് ആഗ്രഹമുള്ള ആളായിരുന്നു. അദ്ദേഹം ഒരു ഓവർസിയറായിരുന്നു വാട്ടർ അതോറിറ്റി. അപ്പൊ അദ്ദേഹം എഞ്ചിനീയർമാരുടെ താഴെ ജോലി ചെയ്യുന്ന ഒരു ഓവർസിയറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനൊരു എഞ്ചിനീയർ ആകണമെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ വലിയ എതിർപ്പായിരുന്നു. അപ്പൊ കോളേജിൽ ആദ്യമായി ഫസ്റ്റ് പ്രിലിമിനറി റെപ്രസെന്റേറ്റീവായിട്ട് എന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പിന്നെ വീട്ടിൽ വന്ന് അനുവാദം ചോദിച്ചത് ശ്രീ അനിൽ എസ്. അപ്പോ അവരുടെ എല്ലാം കൂടെയാണ് ഞാൻ ഇവിടേക്ക് ആദ്യമായിട്ട് DCC ഓഫീസിലേക്ക് കടന്നു വരുന്നത്. അന്നത്തെ KSU സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികളാണ് ശ്രീ MM നസീർ എന്ന ജനറൽ സെക്രട്ടറിയാണ്. ബിന്ദു കൃഷ്ണ ആ കമ്മിറ്റിയിലെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ശ്രീ സുധീർ ജേക്കബ് ആ കമ്മിറ്റിയിലെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അങ്ങനെ ഒരു KSU പ്രവർത്തകനായി ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്ന ഞാൻ പിന്നീട് എനിക്ക് പാർട്ടി ഒരുപാട് അവസരങ്ങൾ തന്നു. അവസരങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി ചുമതലകൾ തന്നു. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നമ്മളോടൊപ്പമില്ലാത്ത ശ്രീ ഉമ്മൻചാണ്ടി അവരുകളാണ്. പ്രിയങ്കനായ ശ്രീ VM ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്നെ സംസ്ഥാന KSU കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന ചുമതലയിലേക്ക് ഒരു ദിവസം 3 ഫോട്ടോയാണ് പത്രത്തിൽ വന്നത്. എന്റെയും ഷാനിമോൾ ഉസ്മാന്റെയും KP അനിൽകുമാറിന്റെയും. ഞങ്ങൾ 3 പേരെയും ഒരു ദിവസമാണ് ദില്ലിയിൽ നിന്നും നിയമിച്ചത്. KSUവിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കാൻ എനിക്ക് അവസരമുണ്ടായി. KSU പ്രസിഡന്റായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് നിയമസഭയിൽ മത്സരിക്കാൻ പാർട്ടി ഒരു അവസരം തന്നു. ഞാനന്ന് നിങ്ങൾക്ക് അറിയുന്ന പോലെ KSU പ്രസിഡന്റുമാരെ എക്സ് ഒഫീഷ്യ മെമ്പർമാരാണ് കോൺഗ്രസിന്റെ ഇലക്ഷൻ കമ്മിറ്റി. മെമ്പറായെങ്കിലും എനിക്ക് പേര് പ്രപ്പോസ് ചെയ്യാൻ പറ്റും. ആ പ്രപ്പോസ് ചെയ്യുന്ന പാനലുകളാണ് അക്കാലത്ത് പിന്നെ ഡൽഹിക്ക് അയച്ച് പിന്നെ വരുന്ന ഒരു രീതിയാണ്. അപ്പൊ എന്റെ അടുത്ത് കുറെ പേരുകൾ വന്നു. കുറെ അസംബ്ലി മണ്ഡലങ്ങളില് പറയുമ്പോൾ ഈ പേരുകൾ പറയണമെന്ന് പറഞ്ഞ എന്തെങ്കിലും കുറെ പേരുകൾ എന്നെ എഴുതി തന്നു. ഞാൻ ആ പേരുകളുമായിട്ട് ഇരിക്കുകയാണ്. ആ മണ്ഡലം വരുമ്പോൾ ഈ പറഞ്ഞ ആളുകളുടെ പേര് പാനലിലേക്ക് ശുപാർശയാൻ പറ്റും. പക്ഷെ കൊല്ലത്ത് വന്നപ്പോ പുനലൂർ മണ്ഡലത്തിന്റെ വന്നപ്പോ എന്റെ പേര് ശ്രീ ആര്യാട് മുഹമ്മദ് പുനലൂർ അസംബ്ലിയിലേക്ക് എന്റെ പേര് നിർദ്ദേശിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ ശ്രീ ആര്യാടൻ എനിക്ക് തന്ന പോലെ എനിക്ക് അദ്ദേഹത്തിന് കുറെ പേര് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അപ്പൊ അദ്ദേഹം പുനലൂരിലേക്ക് എന്റെ പേര് പറഞ്ഞപ്പോ
ഞാൻ എന്തായാലും പുനലൂരിൽ നിന്ന് മത്സരിക്കാനായി ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ അതിനുശേഷം ഞാനിങ്ങനെ മാവിന്റെ വീട്ടിൽ വന്നു. എന്റെ ഒരു കൂട്ടുകാരൻ ഈ ഭീമ ജ്വല്ലറിയുടെ മകൻ എന്റെ ക്ലാസ്മേറ്റാണ്. അപ്പോ അയാൾ എന്റെ മാവിന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നമുക്ക് ആലപ്പുഴ വരെ പോവാം. അവിടെ ഒരു കൂട്ടുകാരൻ എന്റെ ക്ലാസ്മേറ്റ് തന്നെ ഒരാളുടെ ബന്ധുവിന്റെ കല്യാണമാണ്, അവിടെ പോകാൻ പറഞ്ഞു. എന്നെ വന്ന് ഈ മാവിയിൽ കൂട്ടി ഞങ്ങൾ നേരെ ആലപ്പുഴ പോയി. ആലപ്പുഴ ചെന്നിട്ട് ചെങ്ങന്നൂർ ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സജീവൻ എന്ന് പറഞ്ഞൊരു വക്കീലാണ് അവിടുത്തെ പാർട്ടി. ഇപ്പൊ അവർക്ക് ചെങ്ങന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ്. സജീവന്റെ വീട്ടിൽ ഒന്ന് ചെല്ലാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആലപ്പുഴയിൽ നേരെ ചെങ്ങന്നൂരിലേക്ക് വരുമ്പോൾ എന്നെ ആളുകൾ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ടി വിയിൽ എഴുതി കാണിക്കുന്നു ചെങ്ങന്നൂരിൽ സ്ഥാനാർത്ഥിയാണ്. ഞാൻ യാദൃച്ഛികമായി ഈ മാവടിയിൽ ഇരുന്ന എന്നെ കാൽ കയറ്റി ആലപ്പുഴ കൊണ്ടുപോയി. ആലപ്പുഴയിൽ നിന്ന് ഒരു കാര്യമില്ലാതെ ആലപ്പുഴ വരെ വന്നതല്ലേ, നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ചെങ്ങന്നൂരിൽ പോയി. പക്ഷെ ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. കാരണം പാർട്ടി ഔദ്യോഗികമായി തീരുമാനിക്കുന്ന ചെങ്ങന്നൂരിലുള്ള ആളുകളെ എനിക്ക് കാണാൻ പറ്റത്തില്ല. രാത്രിയായപ്പോൾ അന്ന് ശ്രീ ഉമ്മൻചാണ്ടി സാറ്, അന്നത്തെ PCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല, ഞാനും തിരിച്ചു പോയിരുന്നു. വിളിച്ചു പറഞ്ഞു, നാളെ രാവിലെ ചെങ്ങന്നൂരിൽ പോയി ബ്ലോക്ക് പ്രസിഡന്റുമാരെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും കാണണം, ചെങ്ങന്നൂരിൽ നിന്ന് മത്സരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ സൂചിപ്പിച്ചത് ഒന്നിനും വേണ്ടി പോയതല്ല. നമ്മളോട് പാർട്ടി ഇന്നത് ചെയ്യണം, ഇന്നടുത്ത് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. അതിനുശേഷം ഞാൻ ഇതുപോലെ തന്നെ 2 തവണ അവിടുന്ന് മത്സരിച്ചു. രണ്ടാമത്തെ തവണ ഞാൻ ജയിച്ചതിന് ശേഷം ഏറ്റവും വലിയ ഭാഗ്യം ഉണ്ടായത് നമ്മുടെ എല്ലാ നേതാവായ ശ്രീ VM സുധീരൻ അവരോട് കൂടെ എനിക്ക് അദ്ദേഹത്തിനൊപ്പം KPC ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ അവസരം കിട്ടി. അദ്ദേഹമാണ് എന്റെയും ലിജുവിന്റെയും ഒരാളെയും കൂടെ നിയമിച്ചു. കൊല്ലം പാർലമെന്റ് സീറ്റ് RSPക്ക് വേണ്ടി ഒഴിഞ്ഞുകൊടുത്ത ശ്രീ പീതാംബര കുറുപ്പിനെ അദ്ദേഹം ഞങ്ങളുടെ വൈസ് പ്രസിഡന്റായി 3 പേരെയാണ് എന്നെയും ലിജുവിനെയും ജനറൽ സെക്രട്ടറിമാരായി പീതാംബര കുറുപ്പിനെ വൈസ് പ്രസിഡന്റായി നിയമിച്ചു. എനിക്ക് അങ്ങനെ ABCC പ്രവർത്തിക്കാൻ കഴിയും. അപ്പോ അതിനുശേഷം 16 ഞാൻ മത്സരിക്കുന്ന സമയത്ത് അവിടെ ട്രിബൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായി. ശോഭന ജോർജ് PM ഒക്കെ വളരെ ആത്മാർത്ഥമായി അവരെ പിന്മാറിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് അവിടെ പരാജയപ്പെടേണ്ടി വന്നു. സ്വാഭാവികമായിട്ടും പെട്ടെന്നൊരു നിരാശയൊക്കെ ഉണ്ടായി. കാരണം വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, നമ്മൾ പെട്ടെന്ന് പരാജയപ്പെട്ടു. ഞാൻ അങ്ങനെ ഒരു ദിവസം അവിടെ ചെങ്ങന്നൂരിൽ നേരം പോയില്ല, ചെങ്ങന്നൂരിൽ തന്നെ ഇരുന്നു അത്യാവശ്യം പാർട്ടി മീറ്റിങ്ങോ പൊതുവൊക്കെ വിളിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി പ്രസംഗിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാനൊരു ദിവസം എന്റെ ഭാര്യയുടെ കൂടെ മാങ്ങാറിൽ ഒരു ആവശ്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത് എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, TV-യിൽ എഴുതി കാണിക്കുന്നു KICC സെക്രട്ടറിയായി എനിക്ക് അത്ഭുതമായിരുന്നു. അല്പസമയം കഴിഞ്ഞ് KC വേണുഗോപാൽ വിളിച്ചിട്ട് പറഞ്ഞു, കർണാടകത്തിൽ അദ്ദേഹം KICC ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിന്റെ ടീമിലാണ് എന്നെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ അങ്ങനെ പാർട്ടിയുടെ AICC ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. പിന്നീട് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് തൊട്ടു മുമ്പ് എന്നെ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവരോടൊപ്പം KPCCയുടെ വൈസ് പ്രസിഡന്റായി തീരുമാനിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, കുണ്ട്രയിൽ മത്സരിക്കാൻ പാർട്ടിയുടെ കുണ്ട്രയിലെ പ്രവർത്തകരും എല്ലാവരും അവരെയും കൂടി ആവശ്യം സ്വീകരിച്ചുകൊണ്ട് പാർട്ടി അവിടെ മത്സരിക്കാൻ നിർദ്ദേശിച്ചു. അവിടെയും മത്സരിച്ചു, അവിടെ വിജയിക്കാൻ കഴിഞ്ഞു. കൊല്ലത്ത് നമ്മുടെ സ്വന്തം ജില്ലയിലെ നേതാക്കന്മാരോടൊപ്പം കുറെ കാലങ്ങൾക്ക് ശേഷം വന്ന് പ്രവർത്തിക്കാൻ എനിക്ക് അവസരമുണ്ടായി. അത് തന്നെ വലിയ സന്തോഷമുള്ള. ഞാൻ അതിനുശേഷം വീണ്ടും മണ്ഡലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എന്നോട് കർണാടകത്തിൽ വീണ്ടും പോകണം, അവിടെ നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്, അവിടുത്തെ AICC സെക്രട്ടറിയായിട്ട് വീണ്ടും പോയി ചുമതലയായിട്ട് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ വീണ്ടും, കാരണം ഇതെല്ലാം പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ്, എല്ലാം നമുക്ക് തന്നിട്ടുള്ള പാർട്ടിയാണ്. അവിടെ പോയി പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ തിരിച്ചും ഇവിടേക്ക് വരാം, ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് വീണ്ടും പറഞ്ഞു, തെലങ്കാനയിൽ ഇലക്ഷൻ ഡിസംബറിൽ നടക്കുകയാണ്, അപ്പൊ തെലങ്കാനയുടെ ചുമതലയിൽ വയ്ക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ തെലങ്കാനയിൽ പോയി അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അവിടുത്തെ പാർലമെന്റ് ഇലക്ഷനിൽ കണ്ടിന്യൂ ചെയ്തു.
അങ്ങനെ തെലുങ്കാനയും കുണ്ടറയും കൊല്ലവും ഒക്കെയായി പ്രവർത്തിക്കുന്ന സമയമാണ്. ഞാൻ പാർട്ടിയുടെ ചുമതലകളിലൊക്കെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളിൽ ഒരാളാണ് ശ്രീ VM പലപ്പോഴും പേഴ്സണലായി സൂചിപ്പിക്കുന്നത്. ഈ സമയത്ത് ഉമ്മൻചാണ്ടി സാറിന്റെ സാന്നിധ്യം, അദ്ദേഹത്തിന് എല്ലാ നമ്മുടെ ചുമതലകൾ ഉണ്ടാകുമ്പോഴും നമ്മൾ ഓടിപ്പോയി കണ്ട് സന്തോഷം പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മീയ സാന്നിധ്യം ഓർക്കുകയാണ്. ഇത്തവണയും ഞാൻ യഥാർത്ഥത്തിൽ തെലങ്കാനയുടെ ചുമതലയുമായി ബന്ധപ്പെട്ട ഒരു മീറ്റിംഗിൽ ശ്രീ KC വേണുഗോപാലിന്റെ വീട്ടിൽ വെച്ച് തെലങ്കാന PCC പ്രസിഡന്റ് മഹേഷ് ഗൌഡ്, അവിടുത്തെ ACC ജനറൽ സെക്രട്ടറി മീനാക്ഷി നടരാജൻ, ഞാൻ എന്റെ ഒപ്പമുള്ള ACC സെക്രട്ടറി, ഞങ്ങൾ അവിടെ പോയി ആ ചർച്ചയെല്ലാം കഴിഞ്ഞ് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്താണ് ശ്രീ KC വേണുഗോപാൽ കേരളത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് എന്തു പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇതെല്ലാം പാർട്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്, പാർട്ടി തീരുമാനിക്കുന്ന പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. ചോദ്യമായിട്ട് മാത്രമേ ഞാനതിനെ കണ്ടിട്ടുള്ളൂ. ഞാൻ അന്ന് തിരിച്ചു പോയിരുന്നു. പിറ്റേ ദിവസം കുണ്ടറയിലെ പരിപാടിയിൽ കഴിഞ്ഞ് കാഞ്ഞിരോട് പള്ളിയിൽ അച്ഛന്റെ പട്ടംകൊട ചടങ്ങുണ്ട്. പട്ടംകൊട കഴിഞ്ഞ് അതിന്റെ സമയം 5 മണിക്കാണ്. അപ്പൊ അവരെന്നോട് പറഞ്ഞു, പട്ടംകൊട ചടങ്ങിൽ 5 മണി വരെ ഉണ്ട്, അതിന് പൊതുസമയം തുടങ്ങുമ്പോൾ വന്നാലെന്ന് പറഞ്ഞു. ഞാൻ അത് കണക്കാക്കി കാഞ്ഞിരോട് പള്ളിയിലോട്ട് കയറാൻ നേരം എനിക്കൊരു കോൾ വന്നു. TV-യിൽ എഴുതി കാണിക്കുന്നു APCCയുടെ വർക്കിംഗ് പ്രസിഡന്റായി. എന്തിനാണ് ഞാനിത് പറയുന്നത് അറിയാം. പാർട്ടി വിശ്വസിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ പാർട്ടി നമ്മളെ വിശ്വസിക്കുന്നില്ല. പുറമെ പോകാനോ ലോബി ചെയ്യാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മളെ ഉപയോഗിക്കാൻ കൊള്ളും എന്ന് തോന്നിയാൽ പാർട്ടി നമ്മളെ ഉപയോഗിക്കും, പാർട്ടി നമുക്ക് ചുമതലകളെ ഏൽപ്പിക്കും. ആ ഉത്തരവാദിത്വത്തിൽ എല്ലാ തലങ്ങളിലുള്ള ആളുകൾ പ്രവർത്തിച്ച് നേരത്തെ ഇവിടെ ശ്രീ KC രാജൻ അവരോടും പ്രസിഡന്റുമെല്ലാം സൂചിപ്പിച്ചതുപോലെ ഞാൻ ഈ നേതാക്കന്മാരെല്ലാം ഞാൻ KSU ആയിരുന്ന കാലം മുതൽ കണ്ട നേതാക്കന്മാരാണ് ഈ വേദിയിലുള്ള നേതാക്കന്മാർ. രാജേട്ടൻ DC പ്രസിഡന്റ്, പ്രസാദ് സാറെ ഞങ്ങളുടെ നാട്ടിലെ ഒരു ആദർശ പുരുഷനായ നേതാവ്, പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, DCC, നാഷണൽ കോൺഗ്രസ്, KPCC ഒക്കെ ആയി അദ്ദേഹം DCC പ്രസിഡന്റായി. ബാക്കി ഇവിടെ ഈ വേദിയിലുള്ള എല്ലാ നേതാക്കന്മാരും, എന്റെ KSU ശാസ്താംകോട്ട കോളേജിലെ PDP പ്രവർത്തനം മുതൽ ഇതുവരെയുള്ള സമയങ്ങളിൽ എന്നെ അടുത്തറിയാവുന്നവരും പിന്തുണച്ചിട്ടുള്ളവരും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളവരും എല്ലാ കാലത്തും ഒപ്പം നിന്നിട്ടുള്ളവരുമാണ്. അപ്പോൾ ആ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് ഇത്രയും നേരം ഇങ്ങനെ സംസാരിക്കാൻ ശ്രീ വേണു സാർ, പ്രസാദ് അവരടക്കമുള്ളവരും നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എല്ലാവരും പറഞ്ഞല്ലോ, നമുക്ക് തീർച്ചയായും ഈ നല്ല ആത്മവിശ്വാസം വെറുതെ പറയുന്നതല്ല. കഴിഞ്ഞ തവണ 2 പേരാണ് ഇവിടെ നിന്നും നിയമസഭയിലേക്ക് ഞാനും മഹേഷുമാണ് പോയതെങ്കിൽ ഇത്തവണ ഞാൻ നമ്പർ പറയുന്നില്ല, നല്ല നമ്പർ ഇവിടെ നിന്നും നിയമസഭയിൽ പോയി. എന്നാൽ ചെറിയ വ്യത്യാസത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് വഴി പോയ മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളൊക്കെ തന്നെ നമുക്ക് പരിശോധിക്കാം. നമ്മൾ ഇപ്പോ അനുകൂലമായ ഗവൺമെന്റ് വിരുദ്ധ രാഷ്ട്രീയ സാഹചര്യമുണ്ട്, നമുക്ക് അനുകൂലമാണ്. ജനങ്ങളിൽ സർക്കാർ മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിലമ്പൂരിലടക്കം നമ്മൾ ഉജ്ജ്വലമായ വിജയം നേടും. ലോക്കൽ ബോഡിയിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മൾ പ്രവർത്തിക്കണം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള മടിയും കാണിക്കരുത്. 8 മാസം നമ്മൾ വിശ്രമമില്ലാതെ പ്രവർത്തിച്ചാൽ നമുക്ക് അധികാരത്തിൽ വരാൻ കഴിയും. കൊല്ലത്തിന്റെ ഉന്നതമായ നേരത്തെ നേതാക്കന്മാരുടെ പേര് പറഞ്ഞ ആ പാരമ്പര്യത്തിന്റെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിജയം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതിന് ഒരു സംശയം വേണ്ട. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നാൽ കൊല്ലം ജില്ലയിൽ നിന്ന് ലഭിക്കുന്ന MLA-മാരുടെ ഭൂരിപക്ഷം കൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയും. ദുഃഖമായ ഒന്നും തന്നെ പറയുന്നില്ല. ഇവിടെ രാവിലെ മുതൽ പ്രതികൂലമായ കാലാവസ്ഥ, പെരുമഴയാണ്. പക്ഷെ നമ്മളെല്ലാവരും ഒത്തുചേരേണ്ട ഒരു സ്വീകരണവുമല്ല. ടീം KPCC എന്ന് പറയുന്നത് പോലെയാണ് ഇതും ഒരു ടീമാണ്. വേദിയും സദസ്സും എല്ലാം ഒരേ ഉത്തരവാദിത്വമുള്ള നേതാക്കന്മാരാണ്, ഒരേ ചുമതല ബോധ്യമുള്ള നേതാക്കന്മാരാണ്. അപ്പൊ നമ്മളെല്ലാവരും ആ ബോധ്യത്തിലാണ്
ഒരുമിച്ച് ഇവിടെ ചേർന്നിട്ടുള്ളത്. നമുക്ക് ഇനിയും മുന്നോട്ട് പോകാം. ഈ സ്നേഹത്തിന്, വാത്സല്യത്തിന്, പിന്തുണയ്ക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ശ്രീ ശാസ്താംകോട്ട സുധീർ അടക്കമുള്ളവർ ഇപ്പോ ഇവിടെ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഈ സ്വീകരണ പരിപാടിക്കൊക്കെ നേതൃത്വം കൊടുത്ത് ബഹളമൊക്കെ വെച്ച് ഇതിന്റെ എല്ലാം കൂടെ നടക്കേണ്ട എന്റെ അനിയൻ ശാസ്താംകോട്ട സുധീർ അടക്കമുള്ള പ്രിയപ്പെട്ടവരെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ പ്രതാപവർമ്മ തമ്പാൻ ഉണ്ടായിരുന്നു, ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, ശ്രീ പുനലൂർ മത്സു ഉണ്ടായിരുന്നു, നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന സത്യൻ ശ്രീ വി സത്യശീലൻ, നമ്മുടെ തൊട്ട് മുമ്പ് വരെയും, അത് സത്യം പറഞ്ഞാൽ ആ പേര് ഓർമ്മ വരാത്തതിന്റെ കാരണം രാജശേഖരൻ ചേട്ടൻ മരിച്ചു എന്നൊരു ഓർമ്മയില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന രാജശേഖരൻ ചേട്ടൻ എന്തോ തിരക്ക് കാരണം ഇന്ന് വരാതിരിക്കുകയാണ് എന്നതാണ് നമ്മുടെ എല്ലാം ഓർമ്മയിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം അടക്കമുള്ള നമ്മുടെ തൊട്ട് മുമ്പുണ്ടായിരുന്ന നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന നേതാക്കന്മാർ അവരെല്ലാം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കൊല്ലം ബ്ലോക്കിൽ നിന്ന് വന്ന സഹപ്രവർത്തകർ, ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ ഈ വേദിയിലേക്ക് വരണം. നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു സ്നേഹ സമ്മാനം അവസാനമായി കൊടുക്കുന്നുള്ളൂ. പതുക്കെ വന്നാൽ മതി.
ഹലോ, സംസ്കാര സാഹിത്യ പുനർനിയോജനത്തിന് വേണ്ടി കോളേജ് ഭാഷ ആഗ്രഹം. ഹലോ, കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി സ്വീകരിക്കുന്നു. തിരക്ക് കൂടാതെ ഓരോരുത്തരായി സ്വീകരിക്കുക. ഇട്ടവർ പാല് കൊടുക്കുക, സ്വീകരിച്ചവർ പാല് കൊടുക്കുക, തിരക്ക് ഒഴിവാക്കുക, ഇട്ടവർ പാല് കൊടുക്കുക. കൊല്ലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ബ്ലോക്ക് പ്രസിഡന്റ് ഗീതാലി മറ്റുള്ളവരെ ചേർന്ന് സ്വീകരിക്കും. മൊബൈൽ